നിലമ്പൂർ വീണ്ടും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ബെഡായി മാധ്യമങ്ങളോട് പറഞ്ഞു മടുത്ത് ഏതാണ്ടങ്ങ് വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ PV അൻവർ. കടിച്ചതും പോയി പിടിച്ചതും പോയതുപോലെയാണ് അൻവറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇടതുപക്ഷ MLA ആയിരുന്ന PV അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPMനോടും പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച് രാഷ്ട്രീയ പരീക്ഷണത്തിനിറങ്ങിയപ്പോൾ മുൻ നെയ്യാറ്റിൻകര MLA ആയ R സെൽവരാജിന്റെ ചരിത്രം മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതുവരെ മാധ്യമങ്ങളോട് മിണ്ടില്ലെന്നാണ് PV അൻവറിന്റെ നിലപാട്. മാധ്യമങ്ങളുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും വിച്ഛേദിക്കുകയാണെന്നും സഹകരിക്കണമെന്നുമാണ് അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് UDFൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അൻവറിന്റെ ഈ പ്രഖ്യാപനം. CPM നേതൃത്വവുമായി ഇടഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച അൻവർ പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ഉപതെരഞ്ഞെടുപ്പിന് UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുന്നതിൽ താൽപ്പര്യമില്ലെന്നാണ് അൻവറിന്റെ വ്യക്തമായ സൂചന നൽകുന്നത്. ഷൗക്കത്തും DCC അധ്യക്ഷൻ VS ജോയിയുമാണ്. അതേസമയം സ്ഥാനാർത്ഥി ആരായാലും UDFനെ പിന്തുണയ്ക്കാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയിലാണ് അൻവർ എന്ന കാര്യം ഒരു വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ താൽപ്പര്യത്തിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് വിജയസാധ്യതയാണ് പരിഗണിക്കേണ്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റായ VS ജോയിയെ മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ ഉറച്ചാണ് അൻവർ നിന്നത്. ജോയിയെ മാത്രമേ പിന്തുണയ്ക്കുള്ളൂ എന്നും മറ്റാരു മത്സരിച്ചാലും വിജയം ഉറപ്പല്ലെന്നാണ് അൻവറിന്റെ പക്ഷം. ഔദ്യോഗികമായി പാർട്ടി തീരുമാനം ചർച്ച ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസിൽ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗവും അൻവർ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.